സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ. ഇന്ന് പാരായണം ചെയ്യുന്ന ഭാഗം സുന്ദരകാന്ഡത്തിലെ സീതാ ഹനുമൽ സംവാദം എന്ന ഭാഗമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വനവാസകാലത്ത് സീതാദേവിയുടെ അഭ്യർത്ഥന പ്രകാരം പൊന്മാനെ തിരഞ്ഞുപോയ സമയത്ത് സീതാദേവിയെ രാക്ഷസ രാജാവായ രാവണൻ അപഹരിക്കുന്നു. തുടർന്ന് സീതാന്വേഷണത്തിനിടയിൽ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനുമായി സഖ്യത്തിലേർപ്പെടുകയും സഖ്യപ്രകാരം ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവായി അഭിഷേകം ചെയ്യുകയും സീതാന്വേഷണത്തിനായി സുഗ്രീവൻ മർക്കട സൈന്യത്തെ 4 ദിക്കിലേക്കും അയക്കുകയും ചെയ്യുന്നു. അംഗദൻ്റെ നേതൃത്വത്തിൽ തെക്കോട്ട് അന്വേഷണത്തിന് വന്നവരിൽ പ്രമുഖനും വായുതനയനുമായ ഹനുമാൻ സമുദ്രതരണം ചെയ്ത് ലങ്കയിലെത്തി സീതാദേവിയെ കാണുന്നു. തുടർന്ന് സീതാദേവിയും ഹനുമൽ സ്വാമിയും തമ്മിലുള്ള സംഭാഷണ ഭാഗങ്ങളാണ് പാരായണം ചെയ്യുന്നത്. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാവതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. സീതാ ഹനുമൽ സംവാദം. ഉഷസി നിശി ചരികളിവരുടലു മമ ഭക്ഷിക്കും. ഉറ്റവരായിട്ടൊരുത്തരുമില്ലമേ. മരണമിക വരുവതിനുമൊരു കഴിവു കണ്ടീല. മാനവവീരനും എന്നെ മറന്നിതു. കളവനിക വിരവിനൊടു ജീവനും മധ്യ ഞാൻ. കാകുൽസ്ഥനും കരുണാഹീനനെത്രയും. മനസി മുഹുരിവ പലതുമോർത്തു സന്താപേന. മന്ദമന്ദം എഴുന്നേറ്റു നിന്നാകുലാൽ. തരളതര ഹൃദയമൊടു ഭർത്താരമോർത്തോർത്തു. താണുകിടന്നൊരു ശിംശപാശാഖയും. സഭയ പരവശതരളമാലംബ്യ ബാഷ്പവും. സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ. പവനസുതനിവ പലവുമാലോക്യ മാനസേ. പാർത്തുവതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. ജഗദമല നയന രവിഗോത്രേ ദശരഥൻ. ജാതനായാനവൻ തന്നുടെ പുത്രരായി. രതിരമണതുല്യരായി 4 പേരുണ്ടിതു. രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ. രജനിചരകുലനിധന ഹേതുബോധൻ. പിതുരാജ്ഞയാ ഗാനനം തന്നിൽ വാണിടിനാൻ. ജനക നൃപസുതയും അവരജനുമായി സാദരം. ജാനകീ ദേവിയെ തത്ര ദശാനനൻ. കപടയതി വേഷമായി കട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും.
വിപിനഭുവേ വിരവൊടു തിരഞ്ഞു നടക്കുമ്പോൾ വീണുകിടക്കും ജടായുവിനെ കണ്ടു. പരമഗതി പുനരവനു നൽകിയ മാല്യവൽ പർവ്വതപാർശ്വേ നടക്കും വിധൗ തഥാ. തരണിസുതനോടു സപതി സഖ്യവും ചെയ്തിതു. സത്വരം കുന്നിതു ശക്രസുതനെയും. തരണി തനയനും അധ കവീന്ദ്രനായി വന്നിതു. തൽപ്രത്യുപകാരമാശു സുഗ്രീവനും. കവിവരരെ വിരവിനോടു 4 ദിക്കിങ്കലും കണ്ടുവരുവാനയച്ചോരനന്തരം. പുനരവരിലൊരുവനകമത്ര വന്നിടിനേൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ. ജലനിധിയമൊരു ശതകയോജന വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നീടിനേൻ. രജനി ചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനകം. രാത്രിയിലത്ര താതാനുഗ്രഹവശാൽ. തരുനികരവരമരിയ ശിംശവൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുദാ. കനിവിനൊടു കണ്ടു കൃതാർത്ഥനായേനകം. കാമലാഭാൽ കൃതകൃത്യനായിടിനേൻ. ഭഗവദനുചരരിലഹമഗ്രേസരൻ. മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുതേ. പ്ലവകകുലവരനിധി പറഞ്ഞടങ്ങിയിടിനാൻ. പിന്നെ ഇളകാതിരുന്നാനരക്ഷണം. കിമിതി രഘുകുലവര ചരിത്രം ക്രമേണ മേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം. പവനനൊരു കൃപയോടു പറഞ്ഞു കേൾപ്പിക്കയോ. പാപിയാമെന്നുടെ മാനസഭ്രാന്തിയോ. സുചിരതരമൊരു പൊഴുതുറങ്ങാതെ ഞാനിക. സ്വപ്നമോ കാൺമാനവകാശമില്ലല്ലോ. സരസതരപതി ചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ. ഒരു പുരുഷനിതു മമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ മുമ്പിൽ മെയ് കാണായി വരേണമേ. ജനകദൃപദുഹൃത് വചനം കേട്ടു മാരുതി. ജാതമോദം മന്ദമന്ദം ഇറങ്ങിനാൻ. വിനയമൊടുമവനി മകൾ ചരണ നളിനാന്തികേ. വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം. തൊഴുതു ചെറുതകലവനെ ശ്രുതിന്നീടിനാൻ. തുഷ്ട്യാകലവിംഗ തുല്യ ശരീരനായി. ഇവിടെ നിശിചരപതി വലിയ മുഖവേഷമായി. എന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ. ശിവ ശിവ കിമിതി കരുതി മിഥിലാ നൃപപുത്രിയും ചേതസേ ഭേദി കലർന്നു മരുവിനാൾ. കുസൃതി ദശമുഖന് പെരുതെന്നു നിരൂപിച്ചു. കുമ്പിട്ടിരുന്നിതു കണ്ടു കവീന്ദ്രനും. ശരണമിക ചരണസരസിജമഖില നായികേ. ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്ന നീ. തവ സജീവനഹമിക തഥാവിധനല്ലഹോ. ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ. സുമുഖി കപികുലതിലകനായ സൂര്യാത്മജൻ. സുഗ്രീവഭൃത്യൻ ജഗൽപ്രാണനന്ദനൻ. കപടമൊരുവരോടും ഒരു പൊഴുതും അറിയുന്നീല. കർമ്മണാവാച മനസാവി മാതാവേ. പവനസുത മധുരധര വചനമതു കേട്ടുടൻ. പത്മാലയാദേവി ചോദിച്ചിതാദരാൽ. ഹൃതമൃജു മൃദുസ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലവും. സദയമിക വദമനുജവാനരജാതികൾ. തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ. കലിതരുചി
ഗഗനഭുവി കാരണം എന്തെടോ കാരുണ്യവാരാനിധേ കവി കുഞ്ചര തിരുമനസി ഭവതി പെരുക പ്രേമമുണ്ടെന്നതെന്നോടു ചൊന്നതിൻ മൂലവും ചൊല്ലു നീ. ശൃണു സുമുഖേ നിഖിലമഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമോമലേ. ഭവതി പതിവചനം അവലംബ്യ രണ്ടംഗമായി ആശ്രയാശങ്കലും ആശ്രമത്തിങ്കലും മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യ മാനിനു പിന്നേ നടന്നു രഘുപതി. നിശിതതര വിസികഗണചാപവുമായി ചെന്നു നീചനമ്മാരീജനക്കൊന്നു രാഘവൻ. ഉടനുടലുമുലയ മുകുരുടജഭുവി വന്ന പോതുണ്ടായ വൃത്താന്തമോ പറയാവതോ. ഉടനവിടെ അടവിയിലടയ നോക്കിയും ഒട്ടുകരഞ്ഞും തിരിഞ്ഞുഴലും വിധു. ഗഗനഭുവി ഗഗനചരപതി ഗരുഡ സന്നിപൻ കേണുകിടക്കും ജഡായുവിനെ കണ്ടു. അവനുമത തവ ചരിതമഖിലമറിയിച്ചളവ് ആശു കൊടുത്തിതു മുക്തി പക്ഷീന്ദ്രനും. പുനരടവികളിൽ അവരെ ജനസാകം ദ്രുതം പുക്കു തിരഞ്ഞു കബന്ധഗതി നൽകി. ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ. അധ ശബരി വിമലവചനേന പോന്ദ്രശ്യമൂകാദ്രിപ്രവരപാർശ്വേ നടക്കും വിധൗ. തപനസുതനിരുവരെയും അഴകിനോടു കണ്ടതി താൽപര്യമുൾക്കൊണ്ടേ അയച്ചിതെന്നത്തതാ. ബദരവികുലോത്ഭവന്മാരുടെ സന്നിധു ബ്രഹ്മചാരി വേഷമാലംബ്യ ചെന്നു ഞാൻ. നൃപതി കുലവര ഹൃദയമഖിലവും അറിഞ്ഞതേ നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ ധരണിസുത നികട ഭുവി കൊണ്ടു ചെന്നീടിനേൻ. സഖ്യം പരസ്പരം ജയിച്ചിതാശു ഞാൻ ദഹനനെയോ അഴകിനോടു സാക്ഷിയാക്കിക്കൊണ്ട് ദണ്ഡം ഇരുവർക്കും ആശു തീർത്തിടുവാൻ. തരുണിസുത നിഗൃഹിണിയ ബലാലടക്കിക്കൊണ്ട് താരാപതിയെ വധിച്ചു രഘുവരൻ. ദിവസകരതനയനു കൊടുത്തിതു രാജ്യവും ദേവിയെ ആരാഞ്ഞു കാൺമാൻ കവീന്ദ്രനും. പ്ലവകകുല പരിവൃഢര നാലു ദിക്കിങ്കലും പ്രത്യേകമേകൈകലക്ഷം നിയോഗിച്ചാൻ. അതു പൊഴുതു രഘുപതിയും അലിവോടരികെ വിളിച്ചങ്കുലേയം മമ കയ്യിൽ നൽകിയിടിനാൻ. ഇതു ജനക നൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ എന്നുടെ നാമാക്ഷരാന്വിതം പിന്നെയും. സപതി തവ മനസി ഗുരു വിശ്വാസസിദ്ധയെ സാദരം ചൊന്നാനടയാളവാക്യവും. അതു ഭവതി കരതളിരിൽ ഇനി വിരവിൽ നൽകുവൻ ആലോകയാലോകയാനന്ദപൂർവകം. ഇതി മധുരതരം അലിലതനയനുര ചെയ്തുടൻ ഇന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിടിനാൻ. പുനരധിക വിനയമൊടു തൊഴുതു തൊഴുതാതരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നീടിനാൻ. മിഥില നൃപസുതയും അത് കണ്ടതിപ്രീതയായി മേന്മേലൊഴുകുമാനന്ദ ബാഷ്പാകുലാൽ രമണമിവ നിജ ശിരസി കനിവിനോടു ചേർത്തിതു രാമനാമാങ്കിതം അങ്കുലീയം മുദാ. പ്ലവകകുല പരിവൃഢമഹാമതിവാൻ ഭവാൻ പ്രാണദാതാ മമ പ്രീതികാരീ ദൃഢം. ഭഗവതി പരാത്മനി ശ്രീനിധൗ രാഘവേ ഭക്തൻ അതീവ വിശ്വാസ്യൻ ദയാപരൻ. പല ഗുണവും ഉടയവരെയൊഴിക മറ്റാരെയും ഭർത്താവയക്കയും ഇല്ല മത്സന്നിധൗ. മമ സുഖവും അനുദിനമിരിക്കും പ്രകാരവും
മൽപരിതാപവും കണ്ടുവല്ലോ ഭവാൻ. കമലദല നയന അകതളിരിലിനി മാം പ്രതി കാരുണ്യമുണ്ടാം പരിചറിക്ക നീ. രജനി ചരവരനശനമാക്കും എന്നെ കൊണ്ടു 2 മാസം കഴിഞ്ഞാലെന്നു നിർണയം. അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടു നീ അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ. ത്വരിതമിക ദശമുഖനെ നിഗ്രഹിച്ചെന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലു നീ. അഖിലതനയനും അഖില ജനനി വചനങ്ങൾ കേട്ടാകുലം തീരുവാൻ ആശു ചൊല്ലിടിനാൻ. അവനിവതിസുതനോടടിയൻ ഭവദ്വാർത്തകൾ അങ്ങുണർത്തിച്ചുകൂടുന്നതിൻ മുന്നമേ അവരജനും അഖില കവികുല ബലവുമായി മുതിർന്നാശു വരും അതിനില്ലൊരു സംശയം. സുത സജീവ സഹജ സഹിതം ദശഗ്രീവന് സൂര്യാത്മജാലയത്തിനയക്കും ക്ഷണാൽ ഭവതിയെയും അതികരുണമഴകിനോടു വീണ്ടു നിൻ ഭർത്താവ് അയോധ്യയ്ക്കെഴുന്നള്ളു മാതരാൽ. ഈ പവനസുതവചനം ഉടമയോട് കേട്ട ബോധം ഇന്ദിരാദേവി ചോദിച്ചരുളിടിനാൾ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമഃ പാർവതീപതേ. ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.